Dear students, today I want to discuss the fourth part of KEAM 2017 Physics Question Paper. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് കേരള എഞ്ചിനീയറിങ്ങിൻ്റെ 2017 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് നാലാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കേരള എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 2019, 2018 ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ദയവേത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. So we can just move to the first question. Number 51. What wavelength must electromagnetic radiation have if a photon in the beam has same momentum as an electron moving with a speed of 1.1 into 10 raised to 5 meter per second? Planck's constant and our rest mass of electron that are given to us. So നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അതൊരു ഫോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം നമുക്കറിയാം, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ്? സോ ലാംഡ ഈക്വൽ ടു നമുക്കറിയാം, അത് എച്ച് ഡിവിഷൻ ബൈ എം ഇൻറ്റു വി. അത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡി ബോഗ്ലി ഇക്വേഷനാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ കാരണം നമുക്ക് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസിയോടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. എച്ച് നമുക്കറിയാം ആസ് 6.6 into 10 raised to minus 34. നമ്മുടെ മാസ് ഓഫ് ഇലക്ട്രോൺ ഇറ്റ് ഈസ് ഗിവൺ ഹിയർ ആസ് 9 into 10 raised to minus 31 into then the velocity that electron movement ചെയ്യുന്നത് 1.1 into 10 raised to 5, that is equal to so 1.1. So we can just cancel it and we get the value as 2 by 3 into 10 raised to minus 8. So you just multiply with if you just multiply with the 10, then into 10 raised to minus 1, so you get the value as 20 by 3 nanometer. So that is a very important one. So we get the answer as B. So we can move to the next question. The electric field portion of an electromagnetic wave is given by as E is equal to 10 raised to minus 4 sine 6 into 10 raised to 5t minus 0.01 x. We have to find the frequency and the speed of electromagnetic waves. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ നമ്മളൊന്ന് എഴുതാൻ ശ്രമിച്ചാൽ we can write as E0 into sin omega t minus kx. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുമായിട്ടാണ്. അപ്പോൾ ഫ്രീക്വൻസി റിലേറ്റ് ചെയ്യുന്ന ടേം നമുക്കറിയാം ഒമേഗ. സോ ദാറ്റ് ഒമേഗ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2πf. സോ ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ് ഹിയർ ആസ് ഒമേഗ ആസ് 6 ഇൻറ്റു നമുക്ക് തന്നിട്ടുണ്ട് 6 into 10 raised to 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. സോ എഫ് ഇസ് ഈക്വൽ ടു 6 into 10 raised to 5 that division by 2π. So that is equal to 300 by pi. Then we can write as into 300 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ so 10 raised to 3. So this is equal to 300 by pi kilohertz. പകുതി പാട്ട് നമുക്കായി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ദ സ്പീഡ് ഓഫ് ദ വേവ്. അവിടെ നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു ഷോർട്ട് കട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. ഇഫ് യു ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒമേഗ ബൈ കെ. എന്താണ് ഒമേഗ? യെസ്, നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ആയിട്ട് അറിയാം. കെ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്.
സോ 2π ക്യാൻസലായി. സോ എഫ് ഇൻറ്റു ലാംഡ വന്നു. അത് നമ്മുടെ സ്പീഡാണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഷോർട്ട് കട്ടാണ് ഇത്. വെലോസിറ്റി എന്ന് പറയുന്നത് ω/k. അപ്പോൾ ഇവിടെ ഒമേഗ ആയിട്ട് നമുക്ക് ഉത്തരം അറിയാം. ദാറ്റ് വാല്യൂ ഈസ് 6 × 10⁵. The propagation constant, so that is nothing but equal to here 0.01, so we can write as a 10⁻². So the speed we can write as a 6 × 10⁻⁷. So the f is 300 by pi and the velocity is 6 × 10⁻⁷, so we get the choice as a C. So good answer. So we can move to the next one, the 53. The Huygens wave theory of light. വേവ് തിയറി കൺസെപ്റ്റ് കനോട്ട് എക്സ്പ്ലെയിൻ. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കൺസെപ്റ്റ് ഏതാണ്? അപ്പോൾ നമ്മുടെ വേവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സാധാരണ ഹൈജൻസ് വേവ് തിയറി എന്ന് പറയുമ്പോൾ വേവുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്സുകൾ, ഇൻറ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, അതെല്ലാം നമുക്ക് വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. പക്ഷേ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ കനോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ദിസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ സി is the answer. Question number 54. See, an electron, a neutron and an alpha particle have the same kinetic energy and their de Broglie wavelength are lambda e, lambda n, lambda a. Which statement is correct about the de Broglie wavelength? അതുമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമുക്കറിയാം സിമ്പിളായിട്ട് de Broglie wavelength എന്ന് പറയുന്നത് h/p അല്ലേ? ഓർ വി നോ ഇറ്റ് ഈസ് h/mv എന്നല്ലേ നമ്മൾ പറയുക. പക്ഷെ നമുക്കറിയാം ഒരു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫും v² നമ്മൾ റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു m കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ m × v യെ നമ്മൾ ലീനിയർ മൊമെൻറ്റവുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റത്തില്ലേ? ആസ് 2m × കൈനറ്റിക് എനർജി. സോ ദ മൊമെൻറ്റം ബിക്കംസ് വാട്ട്? √2m × കൈനറ്റിക് എനർജി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡയ്ക്ക് പകരം നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ h ഡിവിഷൻ ബൈ പിക്ക് പകരം √2m × കൈനറ്റിക് എനർജി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. ഈ 3 പാർട്ടിക്കിളിനും കൈനറ്റിക് എനർജി സെയിം അല്ലേ? എച്ച് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞൂടെ ലാംഡ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്നല്ലേ? എന്ന് പറയുമ്പോൾ ഉറപ്പിക്കാം മാസ് കൂടിയ ആൾക്ക് ലാംഡ ഡിക്രീസസ് കുറവായിരിക്കും എന്നൊരു ആസ്പെക്റ്റ് നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അറേഞ്ച് ചെയ്യേണ്ട കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ മാസ് കുറഞ്ഞ ആൾക്കായിരിക്കും. അപ്പോൾ എമംഗ് ദം ഏറ്റവും കുറവ് ആർക്കാണ്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഉറപ്പിച്ച് പറയാം ലാംഡ ഇലക്ട്രോൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും മാസ് വരുന്നത്? ന്യൂട്രോൺ. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് H24 അല്ലേ? അപ്പോൾ അതിനേക്കാൾ കൂടിയ മാസ് ആയിരിക്കും വരുന്നത്. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം. സോ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ n ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ ആൽഫ. സോ can easily say the answer is the first choice. So that is a very important concept. നമുക്ക് 55 ചോയ്സിലേക്ക് നമുക്ക് പോവാം. See the very important concept. It takes 4.6 electron volt to remove one of the least tightly bound electrons from a metal surface. When monochromatic photons strikes the metal surface, electrons having kinetic energy from 0 to 2.2 electrons are ejected. What is the energy of the incident photons? അപ്പോൾ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് കൺസെപ്റ്റ്സ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരട്ടെ. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ദ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എനർജി മൈനസ് നമ്മുടെ വർക്ക് ഫങ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് നോക്കിയേ. ടു റിമൂവ് വി നീഡ് 4.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 50 നമുക്ക് തന്നിട്ടുണ്ട് ആസ് 4.6 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ പറയുന്നത് ദ ഇലക്ട്രോൺസ് ഹാവിങ് കൈനറ്റിക് എനർജി ഫ്രം 0 to 2.2. അപ്പോൾ അവിടുത്തെ മാക്സിമം കിട്ടാവുന്നുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്
നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അത് 2.2 ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് എച്ച് ന്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ച് ന്യൂ എന്ന് പറയുന്നത് ഹാഫും വി സ്ക്വയർ പ്ലസ് 50 എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. വരുന്ന എനർജി എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് അവനെ റിമൂവ് ചെയ്യാൻ, ദാറ്റ് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ, ആൻഡ് അനദർ വൺ ഇൻക്രീസിങ് ദ കൈനറ്റിക് എനർജി. So we can just add the kinetic energy is 2.2 electron volt plus 50 as 4.6 electron volt. So that is equal to 6 point. So we get the answer as a 6.8 electron volt. So we can say the answer as a C. നല്ലൊരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് അടുത്ത് പോവുകയാണ്. ദാറ്റ് ഈസ് മേ ബി ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. നമ്മൾ 17ഉം 18ഉം ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ വി ക്യാൻ അഷ്യൂർ അബൌട്ട് ദ 4 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ദിസ് ചാപ്റ്റർ. അതിനെ ആ ഒരു ഗൗരവത്തോടെ എടുക്കാൻ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മോഡേൺ ഫിസിക്സ് പാർട്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഇഫ് കോപ്പർ ആൻഡ് സിലിക്കൺ പീസസ് ആർ ഹീറ്റഡ്, ദ റെസിസ്റ്റൻസ് ഓഫ്, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ട് വരേണ്ട ഒരു കാര്യമാണ് റോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദാറ്റ് ഈസ് എം ഡിവിഷൻ ബൈ എൻ ഈ ടോ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഇതാണ്. കോപ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു മെറ്റലാണ്. അപ്പം അവിടെ ടെമ്പറേച്ചർ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഏത് പാരാമീറ്ററിന് വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ഏറ്റവും ഡിപ്പെൻഡബിൾ ആകുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റിലാക്സേഷൻ ടൈമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളിഷൻ ബിക്കം ഫ്രീക്വൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൊളിഷൻ ബിക്കം ഫ്രീക്വൻറ്റ് എന്ന് പറയുമ്പോൾ ടോ ഡിക്രീസ് ചെയ്യുന്നു, ടോ ഇൻക്രീസ് ചെയ്യുന്നു, ദെയർഫോർ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പം ഹീറ്റഡ് ആകുന്ന സമയത്ത് കോപ്പറിൻ്റെ വാല്യൂ കൂടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ കേസ് ഫോർ ദ സിലിക്കൺ? അപ്പോൾ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെമി കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഏത് പാരാമീറ്ററിനാണ് ഇവിടെ പ്രഡോമിനൻറ്റ് ഇമ്പോർട്ടൻസ് വരുന്നത്? അവിടെ ഓർക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അവിടുത്തെ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് കൂടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുന്നു, അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കുറയുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ദ കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു, സിലിക്കണിൻ്റെത് കുറയുന്നു. സോ ഉറപ്പിച്ച് നമുക്ക് പറയാം സി. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച നേരെ റിവേഴ്സാണ്, കൂള് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ റിവേഴ്സ് ആൻസർ വരും എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഈസ് എ ഗുഡ് കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ദ 56th one. We can move to the 57. In an insulator, the band gap of the order of, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എനർജി ബാൻഡ് ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒരു സാധാരണ ഒരു കണ്ടക്ടർ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ രണ്ട് ബാൻഡുകളും ഓവർലാപ്പ് ചെയ്തു പോകുന്നു എന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഓർക്കുക. എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിൽ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് ഒരു കണ്ടക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മളുടെ ഒരു ഇൻസുലേറ്റർ ആണ് എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഓർക്കുക, ഈ രണ്ട് ബാൻഡും തമ്മിൽ ഉള്ള ഗ്യാപ്പ്, ദ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഒരു ഓഫ് ദി ഓർഡർ ഓഫ് 5 ഇലക്ട്രോൺ വോൾട്ട് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ പറയുന്നത് ഇൻസുലേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും. പക്ഷെ സാധാരണ ഒരു 1 ഇലക്ട്രോൺ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഫോർ ദ സെമി കണ്ടക്ടർ. ആ സെമി കണ്ടക്ടർ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് എക്സാമ്പിളുകൾ എപ്പോഴും ഓർക്കണമേ. സിലിക്കണും ജർമേനിയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ അവയുടെ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ. സിലിക്കൺ ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് 0.7 ഇലക്ട്രോൺ വോൾട്ടും forbidden gap of silicon, that is 1.1 electron volt, 1.1 electron volt, and for germanium is 0.72 electron volt. അപ്പം 3 ഇലക്ട്രോൺ വോൾട്ടിന് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ സാധാരണ സെമി കണ്ടക്ടറിന് വരുന്നത്. ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോളായിരിക്കും നമുക്ക് ഇൻസുലേറ്റേഴ്സിന് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ അപ്പോൾ ഒരു ഇൻസുലേറ്ററിന് നമുക്ക് ഉറപ്പിച്ച് പറയാം CSD ആൻസർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. So we can just move to the next one, question number 58.
ഫോർ എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഫോർമുലേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇറ്റ് വിൽ ബിഹേവ് ആസ് എ കണ്ടക്ടർ എന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. കറണ്ട് ഇൻക്രീസസ് ലൈക്ക് ദാറ്റ്. സോ ദ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുമ്പോൾ അത് മില്ലി ആംബിയർ ആണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പക്ഷേ അപ്പോൾ അത് ഫോർവേഡ് കറണ്ടാണ്, ഇറ്റ് വിൽ ബിഹേവ് ആസ് എ കണ്ടക്ടർ. റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ നമുക്ക് ഓർമ്മയിരിക്കണം, അവിടെ മൈനോറിറ്റി ഫ്ലോയ്ക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. മൈനോറിറ്റി ഫ്ലോ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് നോർമൽ കേസസിൽ വരുമ്പോൾ മൈക്രോ ആംപിയർ എന്നൊരു കൺസെപ്റ്റിലായിരിക്കുക. അതിൻ്റെ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ദിസ് ഈസ് ദ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ആയിട്ട് പറയുന്നത്. സോ വി ക്യാൻ ഈസിലി സേ ദ ആൻസർ ആസ് എ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 59, ഫോർ എ സെനർ ഡയോഡ്. വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഡയോഡാണ് നമ്മളുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് എന്ന് വെച്ചാൽ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയെ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആയിട്ട് മാറ്റുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെനർ ഡയോഡാണ്. ഒരു ഡയോഡാണ് നമ്മുടെ സെനർ ഡയോഡ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യലിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റിൽ ദിസ് ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ. ആൻഡ് ഓൾസോ കീപ്പ് ഇൻ മൈൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, സെനർ ഡയോഡ് പ്രവർത്തിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. അപ്പോൾ ഈ സെനർ ബ്രേക്ക് ഡൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പി എൻ ജംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ വിഡ്ത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഇവിടെ ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ, സോ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് എടുക്കാം, അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ ബൈ ദ സെപ്പറേഷൻ നമുക്ക് അവിടെ വരുമ്പോൾ ആ വിഡ്ത്ത് കുറവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഫീൽഡ് എന്ന് പറയും. ഇന്റേണൽ ഫീൽഡ് മാക്സിമം ആണെങ്കിൽ can have the capacity to break the bond and increase the charge carriers. ആ ഒരു കൺസെപ്റ്റിന് വേണ്ടി എപ്പോഴും വിഡ്ത്ത് ചെറുതാക്കി നിർത്തണം. വിഡ്ത്ത് ചെറുതാക്കി നിർത്തണമെങ്കിൽ ഓർക്കണം, ബോത്ത് ദ ബാൻഡ്സ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിൽ മാത്രമേ ഡിപ്ലീഷൻ വിഡ്ത്ത് സ്മോൾ ആയിരിക്കൂ. അത് ലോ ലെവൽ ഡോപ്പിംഗ് ആണെങ്കിൽ വിഡ്ത്ത് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ കീപ്പ് ഇൻ മൈൻഡ്, വി ഗെറ്റ് ദ ആൻസർ ആസ് both P and N regions are heavily doped. And keep in mind the Zener diode is said to be, it is the heavily doped reverse biased PN junction. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. So we can move to the next one. സ്പീച്ച് സിഗ്നൽസ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ബാൻഡ് വിഡ്ത്ത്. അവിടെ ഒരു ചാർട്ട് തന്നെ നമ്മുടെ NCERT സിലബസ് ബുക്കിലുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചിരിക്കുവാൻ വേണ്ടി ദയവ് ഇത് ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടുത്തെ ചോദ്യം നോട്ട് ദ ഓഡിബിൾ സിഗ്നൽസ്, സ്പീച്ച് സിഗ്നൽസ്. ഓഡിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് വരെ ഉള്ളതാണ്. പക്ഷെ സംസാരിക്കാൻ നമുക്ക് വേണ്ടത് അതിൻ്റെ ആവശ്യമില്ല. ഓർക്കുക, 300 ഹെർട്സ് തുടങ്ങി 3100 ഹെർട്സ് വരെ മാത്രമുള്ള ഫ്രീക്വൻസിയാണ് സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഓർമ്മയിരിക്കണമേ, ടെലിഫോണിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബാൻഡ് വിഡ്ത്താണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് പെർ സ്റ്റേഷൻ. അത് നമ്മളൊരു AM ട്രാൻസ്മിഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് 10 കിലോ ഹെർട്സ്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 ഓഫ് FM. എന്താണ് FM? അത് ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റിംഗ് വേവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്പീച്ച്.
അപ്പം സംസാരിക്കുന്നതിന് വേണ്ട അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 5 kHz മതിയായിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി, അതുകൊണ്ടാണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പെർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് എഫ് എം ആയിട്ട് എടുക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ദ ആൻസർ ആസ് സി. 61. ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് വിത്ത് 30 മെഗാഹെർട്സ് ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 30 മെഗാഹെർട്സ് ഫ്രീക്വൻസി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ആണ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. നമുക്കറിയാം വേവ് ലെങ്ത് എന്ന് പറയുന്നത് അവൻ്റെ സ്പീഡ്, നമുക്ക് സ്പീഡുമായിട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡിവിഷൻ ബൈ ഫ്രീക്വൻസി. സി നമുക്കറിയാം ആസ് എ 3 × 10⁻⁸ ഡിവിഷൻ ബൈ 30 മെഗാഹെർട്സ്. അപ്പോൾ മെഗാ എന്ന് പറയുന്നത് 10⁻⁶ ആകുമ്പോൾ അത് 10⁻⁷ ആയിട്ട് നമുക്ക് എഴുതാം. So that is equal to 3 to 3 cancel, 10⁻⁷ cancel. You get the value as a 10 meter, but we have to express in terms of centimeter. That is equal to 10 square centimeter. So that is equal to 1000 centimeter. That is the answer. So we can say for the choice as D as the answer. Simple ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. Number 62. To transmit a signal of frequency omega m with a carrier frequency omega c in AM transmission, the bandwidth of the filter and amplifier. The bandwidth of the per station, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ. നമ്മുടെ ഒരു സാധാരണ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ വേവ് ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട 2 കേസസ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ വേവിനെ നമ്മൾ വിളിച്ച പേരാണ് ദ സെൻട്രൽ വേവ്. ദ സെൻട്രൽ വേവ് ദാറ്റ് ഗോട്ട് ദ ഫ്രീക്വൻസി ആസ് എഫ് സി, ആൻഡ് ദിസ് is called the upper side band with a frequency as fc plus fm, or an angular termil നമുക്ക് വേണമെങ്കിൽ omega c plus omega m എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. See, this one it is called the lower side band with a frequency fc minus fm. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഈ അപ്പർ സൈഡ് ബാൻഡിലും ലോവർ സൈഡ് ബാൻഡിലുമാണുള്ളത്. ഇതാണ് നമ്മുടെ വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാൻഡ് വിഡ്ത്ത് പെർ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി മൈനസ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. എന്ന് പറഞ്ഞാൽ എഫ് സി പ്ലസ് എഫ് എം മൈനസ് ഓഫ് എഫ് സി മൈനസ് എഫ് എം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സി പ്ലസ് എഫ് എം minus fc plus fm. So fc cancel, you get the value as a double of fm. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഇവിടെ ഒമേഗ എന്നൊരു w എന്നൊരു ടേമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ദ ആൻസർ as 2 times omega m. Number 63. If a magnet is dropped through a vertical hollow copper tube, then what happened? സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹോളോ ബട്ട് കോപ്പർ. സോ ഇറ്റ് ഈസ് എ മെറ്റൽ വൺ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമ്മളൊരു മാഗ്നറ്റ് ഇടുന്ന സമയത്ത് നമുക്കറിയാം, സപ്പോസ് ദ നോർത്ത് പോൾ ഈസ് അപ്രോച്ചിങ്. സോ അവിടെ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദാറ്റ് വൈൽ മൂവിങ് ടുവേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് കട്ടഡ് ബൈ ദാറ്റ് മെറ്റൽ റിംഗ്. ഗുഡ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അവിടെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എഡി കറണ്ട് മാതിരിയുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകും. ആൻഡ് ദ ട്രൈ ടു ഒപ്പോസ് ദാറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഉറപ്പിക്കാം there should be a slow down concept is there, no doubt at all. So it is a very important concept. So the time taken to reach the ground is longer, so it will take more time because of the slow down if the tube is made out of plastic. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടതടവില്ലാതെ എന്തുമാത്രം സമയം അത് ക്വിക്കായിട്ടെത്തും. പക്ഷേ ഇത് വരുമ്പോൾ ഒരു റിട്ടാർഡേഷൻ ഉണ്ടാകുമെന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. സോ വി ക്യാൻ കോഡ് ദ ആൻസർ as A. Consider a circular wire loop of radius r spinning about a diametrical chord which is perpendicular to the uniform magnetic field. സോ നമ്മൾ അത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ റൊട്ടേഷനെ പറ്റി ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസിന് എടുത്തിട്ട്, സോ ഇതാണ് നമ്മുടെ സർക്കിളെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. അപ്പോൾ നമ്മുടെ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു
നമ്മുടെ ഒരു ഫിഗർ നമ്മൾ നോക്കിയാൽ ഏത് സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക? സി, നമുക്കിവിടെ തന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് B0K. അപ്പോൾ ഇസഡ് ആക്സിസിലേക്കാണ് തന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ് ഡി എം എഫ് എന്ന് പറയുന്നത് മൈനസ് d/dt ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് നമ്മുടെ BA എന്നുള്ള കാര്യം നമുക്കറിയാം. So that is equal to minus dA/dt into the magnetic field. The magnetic field ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ റൊട്ടേഷൻ ബേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഏരിയ വ്യത്യാസപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന സമയം വരുമ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഓർക്കുക. പക്ഷേ അത് ഈ ഒരു ഡയമെട്രിക്കൽ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് മിനിമം ആകുന്നു എന്ന് ഓർമ്മയിരിക്കട്ടെ. കാരണം ഫ്ലക്സ് എന്ന് പറയുന്നത് BA ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദാറ്റ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് the loop of radius will be maximum when its plane is perpendicular to B. Therefore, the induced EMF will be maximum. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. So അത് ബേസ് ചെയ്തിട്ട് so we can code the answer is again A. The magnitude of induced EMF will be maximum when the plane of the loop is perpendicular to the magnetic field. Cutting becomes maximum. Number 65. An electric motor which is loaded has an effective resistance of 30 ohm and inductive reactance of 40 ohm. If the motor is powered by a source with a maximum voltage of 420, the maximum current. ഒരു AC സർക്യൂട്ട് ഒരു കൺസെപ്റ്റാണ് വരുന്നതെങ്കിൽ ദ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാം ദ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ഇംപെഡൻസ്. അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ഓമും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 40 ഓമുമാണ്. അങ്ങനെയാണെങ്കിൽ ഇംപെഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് R² പ്ലസ് XL² ആണെന്ന് നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. So that is equal to 30² plus 40² ആണെന്ന് നമുക്കറിയാം. That is equal to 10 into root of 3² plus 4². So that is equal to 10 into, so Z that is given as is equal to 5. So that is equal to 50. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 420, that division by 50. So 42 division by 5. So you get the value as 8.4 ampere. So നമുക്ക് B എന്ന് പറയുന്ന ചോയ്സ് ഉത്തരമായിട്ട് നമുക്ക് എടുക്കാം. So a small question, number 66. Which of the following particle when bombarded with the copper 65 will turn into copper 66? So വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. So keep in mind when copper 65 that is bombarded with which particle becomes copper 66. So നമുക്കറിയാം അതിൻ്റെ മാസ് നമ്പർ 65-ൽ നിന്ന് ഒരെണ്ണം കൂടിയതായിട്ടാണ് നമുക്ക് പറയുന്നത് അല്ലേ. So that will increase only when we can add that a neutron. Suppose that is bombarded with a neutron, then it is absorbed by it and its mass number is increases by 1. So we can quote the answer as B. B is the answer. So we can move to the next question, number 67. CO minus ion moving with the kinetic energy 20 kilo electron volt dissociate into O minus and C, which move along the parent ion direction. Assuming no energy is released during dissociation, the kinetic energy of the daughters are related as. അപ്പോൾ നമ്മൾ ഡിസോസിയേഷൻ, അപ്പോൾ നമ്മളൊരു സിമ്പിൾ കൊളീഷൻ എന്നൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കണം എന്നുള്ള ഒരു ആസ്പെക്ട്സ് നമുക്കറിയാം അല്ലേ. മൊമെൻറ്റം കൺസേർവ്ഡ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് P² ഡിവിഷൻ ബൈ 2m എന്നൊരു ആസ്പെക്ട്സിൽ എടുത്തൂടെ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ.
വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എന്ന് പറയുമ്പോൾ ലൈറ്റർ എലിമെൻറ്റിന് മോർ കൈനറ്റിക് എനർജി എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ പറയുന്നത്? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ റേഷ്യോ, അപ്പോൾ ഫോർ ദാറ്റ് കൈനറ്റിക് എനർജി ഫോർ ഓക്സിജൻ ബൈ ദാറ്റ് കൈനറ്റിക് എനർജി ഡിവിഷൻ ബൈ ഓക്സിജൻ അയോൺ ബൈ കാർബൺ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരാൻ mass of that carbon by molar mass of carbon by the molar mass of oxygen എന്നൊരു ആസ്പെക്ട്സിലേക്ക് വരില്ലേ? യെസ്. മോളാർ മാസ് ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ നമുക്ക് 12 ബൈ ഓക്സിജൻ ആസ് 16 ആയിട്ട് വരത്തില്ലേ? സോ 12 ബൈ 16. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ സി, ആസ് എ 12 ബൈ 16. സോ സിമ്പിളായിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ RMS വാല്യൂ ഓഫ് സിനുസോയിഡൽ ഇൻപുട്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫുൾ വേവ് റെക്ടിഫയറിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദെൻ ദ RMS വാല്യൂ ഓഫ് ദ റെക്ടിഫയർ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയറിലൂടെ നമ്മൾ കടത്തിവിടുമ്പോൾ അവൻ്റെ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം ഇങ്ങനെ നെഗറ്റീവ് പീക്കായിട്ടുള്ളത് നമുക്കിവിടെ പോസിറ്റീവ് കൺസെപ്റ്റിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ ആണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അവിടെ മൈനസ് വാല്യൂക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതേ പിക്ചർ അല്ലേ ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവൻ്റെ വാല്യൂ V0/√2 ആണെങ്കിൽ ഇവനും എന്ത് തന്നെയായിരിക്കും? V0/√2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ആൻസർ എ ആയിട്ട് നമുക്ക് പറയാം. നമ്പർ 69. 8 gram of copper 66 of 8 gram of copper 66 undergoes radiative decay, and after 50 minutes only 1 gram remains. Then half life in minute is. So that is we have to find it. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ പറയാം. സോ n is equal to n0 e raised to minus lambda t. അത് മാസമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. m ഈക്വൽ ടു m0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. അവിടെ m0 എന്ന് പറയുന്നത് ഇനിഷ്യൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാം. സോ വി ക്യാൻ റൈറ്റ് എസ് m ബൈ m0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. നമ്മൾ രണ്ട് സൈഡിലും ഒരു ഗണിതം അപ്ലൈ ചെയ്താൽ സോ m ബൈ m0 ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് നമുക്ക് പറയാം. ഇവിടെ m/m0യുടെ വാല്യൂ എന്താണ്? അപ്പം 8 gram ആണ് നമ്മൾ തുടങ്ങുന്നത്, അത് പിന്നെ 1 gram ആയിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ അണ്ടർ ഒബ്സർവേഷൻ സമയത്ത് അത് 1 ആണ്, ഇനിഷ്യലി അത് 8 ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 15 minutes ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് സൈൻ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്താൽ ലോഗ് 8 ഈസ് ഈക്വൽ ടു നമുക്ക് ഉറപ്പിച്ചു പറയാം ആസ് 15 ഇൻറ്റു ലാംഡ എന്ന് നമുക്ക് പറയാം. സോ ലാംഡയ്ക്ക് നമുക്ക് റിലേഷൻ കിട്ടിക്കഴിഞ്ഞു. ലോഗ് 8 ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് 15. നമുക്കറിയാം ടി ഹാഫ് എന്ന് പറയുന്ന ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോഗ് 2 ഡിവിഷൻ ബൈ ലാംഡ. ഓൾറെഡി നമ്മൾ ലാംഡയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 8 ഡിവിഷൻ ബൈ 15. So we get the answer as 15 log 2 by log 8. അതിൽ റിലേഷൻ തന്നെ നിങ്ങൾ ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാന സമയത്ത്. സോ ഇറ്റ് ബിക്കംസ് റിയലി ഹെൽപ്ഫുൾ. സോ ദാറ്റ് ഈസ് number 69. So we can move to the question number 70. For a light nuclei, which of the following relations between atomic number and mass number? അപ്പോൾ അതിൽ നമ്മുടെ സാധാരണ കേസസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺ, നമ്മുടെ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമൊക്കെ ഈക്വൽ ആയിരിക്കുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോണിന് എത്ര നമ്പർ ഉണ്ടോ അത് തന്നെയായിരിക്കും പ്രോട്ടോണിനുണ്ടായിരിക്കുക, അത് തന്നെയായിരിക്കും ന്യൂട്രോണും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും എയും ഇസഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇസഡ് ആയിട്ട് പറയുന്നു, മാസ് നമ്പർ ആയിട്ട് പറയുന്നത് എ ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ സോ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ റിലേഷൻ പറയാം. ഇസഡ് എന്ന് പറയുന്നത് a/2 ആയിരിക്കും. സോ വി ക്യാൻ കോഡ് ദ ആൻസർ ആസ് എ സി. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. എ വീൽ റൊട്ടേറ്റിംഗ്
at 12 revolutions per second is brought to rest in 6 seconds. The average angular deceleration in radian per second square of the wheel during this process is. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് 12 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ബ്രോഡ് ടു റെസ്റ്റ് കൊണ്ടുവരാനുള്ള സമയം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതിൽ ആംഗുലർ ആക്സിലറേഷൻ നമുക്ക് സിമ്പിളായിട്ട് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ലീനിയർ മോഷനിലെ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ, സോ വി സേ ഒമേഗ ടി ടേക്ക് ദ വാല്യൂ ആസ് ഒമേഗ 0 പ്ലസ് ആൽഫ ഇൻറ്റു ടി എന്നൊരു ആസ്പെക്ട്സിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒമേഗ ടി ഈസ് വാട്ട്, സോ ഒമേഗ ടി ദ ഫൈനൽ ടു ദ എൻഡ്, സോ 0. ഇനിഷ്യലി നമുക്കത് സിമ്പിളായിട്ട് ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. നമുക്കിവിടെ 2π ഇൻറ്റു ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. സോ 2π ഇൻറ്റു 12 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഡീസലറേഷൻ ആണ്, സോ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ എ ടൈം ഓഫ് 6. സോ ആൽഫ ഇൻറ്റു 6 എന്ന് പറയുന്നത് 2π ഇൻറ്റു 12 ആയി മാറി. സോ 6 12ഉമായിട്ട് ക്യാൻസലായി. സോ ആൽഫ എന്ന് പറയുന്നത് 4π എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടി. ഈ 1 ഡയമെൻഷൻ നമ്മൾ പഠിച്ച റിലേഷൻസ് സർക്കുലർ മോഷനിലേക്കുള്ള മാറ്റം അത് ദയവ് ചെയ്ത് ഓർമ്മയിരിക്കട്ടെ. അതേപോലെ തന്നെ v² ഈക്വൽ ടു u² പ്ലസ് 2as എന്നൊരു ആസ്പെക്ട്സിന് പകരമായിട്ട് നമുക്ക് ഒമേഗ ടി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0² പ്ലസ് 2 ആൽഫ തീറ്റ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപടി നമ്മുടെ ഏത് കേസസും നമുക്ക് കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി ഒന്ന് ഓർത്തിരിക്കുക. It becomes really helpful. Number 72. A torque of 1 Newton meter is applied to a wheel which is at rest. After 2 seconds, the angular momentum is. നമുക്കറിയാം നമ്മുടെ ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ഓഫ് റൊട്ടേറ്ററി മോഷൻ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റോക്സ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. നമ്മുടെ ലീനിയർ മോഷനിൽ ഓർമ്മയിരിക്കട്ടെ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന അതേ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം ഇനിഷ്യലി റെസ്റ്റിലെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് സോ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ദ ഡിവിഷൻ ബൈ ദ ആഫ്റ്റർ 2 സെക്കൻഡ്സ് എന്നാണ് പറയുന്നത്. സോ 2 മൈനസ് 0. അപ്പോൾ ഈ വാല്യൂവും അവിടെ 0 ആണ് നമുക്ക് പറയുന്നത്. So angular momentum become 2 times of the torque acting on it. So 2 into the one value, so we get the answer as a 2. So dear students, so we go through the 2020 നമ്മുടെ 2017 18 19 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റി. സോ അവസാന വട്ട പ്രിപ്പറേഷനിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. അത് പരീക്ഷാ സമയത്തിന് തൊട്ട് മുന്നേ മറിച്ച് നോക്കുവാനുള്ള ഒരു വേദിയായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. So try to do again maximum MCQs. It will really help to get maximum score. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും സഹായിക്കുക. സോ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.